ഓക്കെ, നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ എന്ത് പറഞ്ഞു കഴിഞ്ഞു? നമ്മൾ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് പ്രോട്ടീൻ സ്ട്രക്ചർ പറഞ്ഞു. പ്രൈമറി, സെക്കൻഡറി, ടേഴ്ഷ്യറി ആൻഡ് ക്വാട്ടേണറി. അപ്പോൾ ഈ ഒരു സ്ട്രക്ചറിലേക്ക് ഒരു ലെവലിലേക്ക് എത്തുന്ന സമയത്തും അതിന് കറക്റ്റ് ഫോൾഡിങ് ഉണ്ടാവുന്നുണ്ട്. അതിനിടയിൽ വീക്ക് കോവാലൻ ബോൺസ് ആണ് ആ ഫോൾഡ് ചെയ്തിരിക്കുന്ന പ്രോട്ടീനെ സ്റ്റെബിലൈസ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം, അതിനൊരു കറക്റ്റ് കൺഫർമേഷൻ എത്തി, ആ ഒരു പ്രോട്ടീൻ്റെ കറക്റ്റ് കൺഫർമേഷനിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു പ്രോട്ടീൻ എന്താണോ ഫംഗ്ഷൻ അസൈൻ ചെയ്തിട്ടുള്ളത് അത് സാധ്യമാവുള്ളൂ എന്നുള്ളത്. അപ്പോൾ ഈ ഫോൾഡിങ് ഓഫ് പ്രോട്ടീൻസിൽ നമ്മളതിനെ ഫോൾഡ് ചെയ്തു, അതിനിടയിൽ ബോണ്ടിങ് വന്നു, അങ്ങനെ ആ ഒരു ഫോൾഡ് അവിടെ തന്നെ ആ ഒരു കൺഫർമേഷനിൽ നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട്, അല്ലെങ്കിൽ ആ ഫോൾഡിങ്ങിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഫോൾഡിങ്ങിനെ ആ ഒരു കറക്റ്റ് ഫോൾഡിങ്ങിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് മോളിക്യൂൾസിനെ കുറിച്ച്, അതിൽ സെല്ലിന് ഇൻവോൾവ് ആവുന്ന മോളിക്യൂൾസിനെ കുറിച്ചാണ് നമ്മൾ ഈ അടുത്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇവിടെ കാണിച്ചിരിക്കുന്നത് സിക്കിൾ ഷേപ്ഡ് ആയിട്ടുള്ള RBCനെയാണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം, ഈ ഒരു സിക്കിൾ ഷേപ്ഡ് എന്നുള്ള ഒരു കണ്ടീഷൻ വരാൻ കാരണം അവിടെയുള്ള ഹീമോഗ്ലോബിനിലുള്ള പ്രോട്ടീനിലുള്ള ഒരു അമിനോ ആസിഡിന്റെ ചേഞ്ച് കാരണമാണെന്ന് അറിയാം. അപ്പോൾ അവിടെ നോർമലി ഗ്ലൂട്ടാമൈൻ ഒരു പൊസിഷനിലുള്ള പെർട്ടിക്കുലർ പൊസിഷനിലുള്ള ഗ്ലൂട്ടാമൈൻ ചേഞ്ച് ചെയ്തിട്ട് വാലിൻ ആവുന്ന സമയത്ത് ആ പ്രോട്ടീൻ്റെ 3 ഡയമെൻഷണൽ സ്ട്രക്ചറിനെ അഫക്റ്റ് ചെയ്യും. അത് ദറ്റ് ഇൻ ടേൺ affect the structure of the organelle. ആ ഓർഗണലിന്റെ സ്ട്രക്ചർ എൻറ്റയർ മാറിപ്പോകുന്നുണ്ട് അല്ലേ? സിക്കിൾ ഷേപ്ഡ് ആവുന്നുണ്ട്. ഡിസ്ക് ഷേപ്ഡ് ആയിട്ടുള്ള RBC സിക്കിൾ ഷേപ്പ് ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി, ഇതൊരു മ്യൂട്ടേഷൻ ആണ്. അപ്പോൾ ഈ മ്യൂട്ടേഷനെ നമുക്ക് റിവേഴ്സ് ചെയ്തിട്ട് അതിൻ്റെ പ്രോട്ടീനെ കറക്റ്റ് സ്ട്രക്ചറിലേക്ക് ആക്കി മാറ്റാനൊന്നും പറ്റില്ല. എങ്കിലും നമ്മൾ ഇതേപോലെ ഇതൊന്ന് കാണിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ, ഒരു പ്രോട്ടീനിലുള്ള ഒരു സിംഗിൾ അമിനോ ആസിഡ് മാറുമ്പോൾ തന്നെ ആ പ്രോട്ടീൻ്റെ 3 ഡയമെൻഷണൽ സ്ട്രക്ചർ മാറുന്നുണ്ട്. അത് എൻറ്റയർ ആ പ്രോട്ടീൻ്റെ ഫംഗ്ഷൻ അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മുടെ ഇൻസൈഡ് ദ സെൽ നമ്മുടെ പ്രോട്ടീൻ്റെ കറക്റ്റ് സ്ട്രക്ചറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളിനി പറയുന്നത്. ഓക്കെ, ആ ഒരു കാര്യം നമ്മുടെ പ്രോട്ടീൻ്റെ കറക്റ്റ് ഫോൾഡിങ്ങിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹെൽപ്പർ പ്രോട്ടീൻസ് ആണ് chaperones. And these are the several families of proteins have evolved whose function is to help unfolded അതായത് പ്രോട്ടീൻ ഉണ്ടായി വരുന്ന സമയത്ത് ഫോൾഡ് ചെയ്തിട്ടൊന്നല്ല ഉള്ളത്, അങ്ങനെ ഒരു നേസൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ന്യൂലി സിന്തസൈസ് ചെയ്തിരിക്കുന്ന പ്രോട്ടീനെ ഫോൾഡ് ചെയ്യുക, അൺഫോൾഡഡ് അല്ലെങ്കിൽ മിസ്ഫോൾഡഡ്, അഥവാ അതൊരു മിസ്ഫോൾഡഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറായിട്ട് മാറിയിട്ടുണ്ടെങ്കിലും, ഇപ്പം നമ്മൾ പ്രോട്ടീൻ ഉണ്ടായി വന്നു, അത് ഏതോ ഒരു രീതിയിൽ മിസ്ഫോൾഡഡ് ആയിപ്പോയി എന്ന് വിചാരിച്ചോ, അങ്ങനെയുള്ള സ്ട്രക്ചർ ആയാലും ഉണ്ടായി വന്ന പ്രോട്ടീനാണെങ്കിലും അങ്ങനെയുള്ള ആ പ്രോട്ടീൻസിനെ ടു അച്ചീവ് ദെയർ പ്രോപ്പർ 3 ഡയമെൻഷണൽ കൺഫർമേഷൻ, അതാണ് മിസ്ഫോൾഡഡ് അല്ലെങ്കിൽ അൺഫോൾഡഡ് ആയി നിൽക്കുന്ന പ്രോട്ടീൻസിനെ കറക്റ്റ് കൺഫർമേഷനിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പ്രോട്ടീൻസ് ആണ് chaperones. These helper proteins are called chaperones. chaperones നോക്കുകയാണെങ്കിൽ അവരുടെ ഫംഗ്ഷൻ നമുക്ക് ശരിക്കും അവർ ചെയ്യുന്ന കാര്യങ്ങൾ 3 ആയിട്ട് പറയാം. ഒന്നാമത് നോക്കിക്കോ, they are essential proteins that can fold unfolded proteins എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ന്യൂലി സിന്തസൈസ്ഡ് ആയിരിക്കും. ന്യൂലി മെയ്ഡ് പ്രോട്ടീൻസ് ആൻഡ് പാർഷ്യലി ഫോൾഡഡ് പോളിപെപ്റ്റൈഡ് ചെയിൻസ് ടു ഫങ്ഷണൽ കൺഫോർമേഷൻ. അപ്പോൾ അൺഫോൾഡഡ് ആയി നിൽക്കുന്ന, ന്യൂലി സിന്തസൈസ്ഡ് ആയിട്ട് നിൽക്കുന്ന പ്രോട്ടീനെ കറക്റ്റ് കൺഫോർമേഷനിൽ എത്തിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഫംഗ്ഷൻ. ഇനി അടുത്തത് എന്ന് പറയുന്നത് മിസ്ഫോൾഡഡ് ആയിട്ട് നിൽക്കുന്ന പ്രോട്ടീൻസിനിടയിലുള്ള ബോണ്ടൊക്കെ ഡിസ്റപ്റ്റ് ചെയ്തുകൊണ്ട് കറക്റ്റ് കൺഫർമേഷനിൽ എത്തിക്കുക. ഡിസ്റപ്റ്റ് നോൺ നേറ്റീവ് ഫോൾഡിങ് ആൻഡ് ദേ ക്യാൻ റീഫോൾഡ് ചെയ്യുക എന്നുള്ളതാണ്. റീഫോൾഡ് ദിസ് മിസ്ഫോൾഡഡ് പ്രോട്ടീൻസ്. ഇനി അടുത്ത മൂന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇങ്ങനെ അഥവാ ഈ നമ്മുടെ സെല്ലിൻ്റെ ഉള്ളിൽ പ്രോട്ടീൻസ് മിസ്ഫോൾഡഡ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ അവർക്ക് കറക്റ്റ് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റൂല. അപ്പോൾ അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ സെല്ലിൽ അഗ്രിഗേറ്റ് ചെയ്തിട്ട്, അതായത് അതെല്ലാം കൂടി ഒന്ന് കൂടി എന്താ ഒരു പ്രസിപ്പിറ്റേറ്റ് ചെയ്തിട്ട് നിൽക്കുന്ന അവസ്ഥ വരും. അപ്പോൾ അങ്ങനെ സെല്ലിൽ അങ്ങനെയുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ടെങ്കിൽ തന്നെ ആ സെല്ലിന് കറക്റ്റ് ഫംഗ്ഷൻ പറ്റൂല എന്നുള്ളതാണ്, സെല്ലിനെ അത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ അവർ ചെയ്യുന്ന മൂന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ഇങ്ങനെ അഥവാ മിസ്ഫോൾഡഡ് ആയ പ്രോട്ടീൻസ് അഗ്രിഗേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ആ പ്രോട്ടീൻസിനെ ഡിസ്റപ്റ്റ് ചെയ്തുകൊണ്ട്, അവരെ ഡിസസംബിൾ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു? അവരുടെ മിസ്ഫോൾഡിങ്ങിനെ മാറ്റിക്കൊണ്ട് അവരെ കറക്റ്റ് ഫോൾഡിങ്ങിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ദേ ഡിസ്റപ്റ്റ് പോളിപെപ്റ്റൈഡ് അഗ്രിഗേഷൻ ആൻഡ് precipitation. That is, they disassemble protein aggregates that form due to പ്രോട്ടീൻ മിസ്ഫോൾഡിങ്. ഈ 3 ഫങ്ഷൻസും ആണ് മെയിനായിട്ട് chaperones ചെയ്യുന്നത്.
ഇനി അടുത്തത് ഷേപ്രോൺസ് നമ്മൾ പറഞ്ഞു സെല്ലിൻ്റെ ഉള്ളിൽ കാണുന്നുണ്ട്. അത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് ഫൗണ്ട് ഇൻ ഓൾ ഓർഗാനിസം സ്റ്റാർട്ടിങ് ഫ്രം ബാക്ടീരിയ ടു ഹ്യൂമൻസ്. എല്ലാത്തിലും കാണുന്നുണ്ട്. യൂക്കാരിയോട്ടിലും നോക്കുകയാണെങ്കിൽ ഷേപ്രോൺസ് ആർ ലൊക്കേറ്റഡ് ഇൻ എവറി സെല്ലുലാർ കമ്പാർട്ട്മെന്റ്സ് ആൻഡ് ഓർഗണൽസ്. എല്ലാ ഓർഗണൽസിലും ഉണ്ട്. പ്രൊക്കാരിയോട്ടിന് നമുക്ക് ഒരു സ്പെസിഫിക് ഓർഗണൽസ് എന്നൊന്നും പറയാൻ പറ്റൂലല്ലോ. ഒരു ന്യൂക്ലിയസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. മെംബ്രെയിൻ ബൗണ്ട് കമ്പാർട്ട്മെന്റ് ഒന്നുമില്ല. യൂക്കാരിയോട്ടിൽ നോക്കുകയാണെങ്കിൽ എല്ലാ മെംബ്രെയിൻ ബൗണ്ട് കമ്പാർട്ട്മെന്റ്സിലും, അതായത് എല്ലാ ഓർഗണൽസിലും എന്ത് കാണുന്നുണ്ട്? ഷേപ്രോൺസ് കാണുന്നുണ്ട്. ഇനി അടുത്തൊരു ഇതിന്റെ മേജർ ഈ ഒരു പ്രോട്ടീൻ ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ATPന്റെ എനർജി യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ATP ആ ഒരു പ്രോട്ടീന്റെ കൂടെ ബൈൻഡ് ചെയ്യണം. ആ ബൈൻഡ് ചെയ്തതിന് ശേഷം അതിനെ ഹൈഡ്രോലൈസ് ചെയ്തിട്ട് അതിൽ നിന്ന് ഉണ്ടാകുന്ന എനർജി യൂസ് ചെയ്തിട്ടാണ് ഇത് ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം എപ്പോഴും ഓർമ്മിക്കണം. ATP ബൈൻഡിങ് അതിൽ നടന്നിട്ടില്ലെങ്കിൽ അതിന് ഫങ്ഷൻ ചെയ്യാൻ പറ്റൂല എന്നുള്ളത്. They use ATP binding and ATP hydrolase for their proper functioning. ഇനി അടുത്തത് ഇങ്ങനെയുള്ള ഒരു ഫാമിലി ഓഫ് പ്രോട്ടീൻസ് ആണെന്ന് പറഞ്ഞു. അതിനെ മെയിൻ ആയിട്ട് നമുക്ക് രണ്ട് ഫാമിലി ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തെയാണ് മോളിക്കുലാർ ഷേപ്രോൺസ്, രണ്ടാമത്തേതാണ് ഷേപ്പറോണിൻസ്. ഇവിടെ ഒരു സ്ട്രക്ചർ ഉണ്ട്, അതിൽ നോക്കിക്കോളൂ. ഫസ്റ്റത്തെ mRNA, ഈ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന mRNA ആണ്. ഈ രണ്ട് റൗണ്ട് ആയിട്ട് കാണിച്ചിരിക്കുന്നത്, ഗ്രീൻ കളർ റൗണ്ട് ആയിട്ട് കാണിച്ചിരിക്കുന്നത് റൈബോസോം ആണ്. നമുക്കറിയാം റൈബോസോംസ് ആർ ദ ഫാക്ടറി ഫോർ ദ സിന്തസിസ് ഓഫ് പ്രോട്ടീൻ സിന്തസിസിന് വേണ്ടിയിട്ടുള്ള ഫാക്ടറിയാണ്. mRNAയിൽ നിന്നാണ് നമ്മളെ mRNA എന്ന് പറഞ്ഞാൽ എന്താ? മെസ്സഞ്ചർ RNA ആണ്. മെസ്സഞ്ചർ RNAയിൽ മെസ്സേജ് ഉണ്ട്, ഇതിനുള്ള ഏത് അമിനോ ആസിഡിനെയാണ് കോഡ് ചെയ്യേണ്ടത് എന്നുള്ളത് മെസ്സേജ് ഉണ്ട്. അപ്പൊ അതിനനുസരിച്ച് പ്രോട്ടീൻ ഉണ്ടായി വരും. ഇവിടെ ഒരു വയലറ്റ് കളറിൽ താഴേക്ക് വരുന്ന ഒരു സ്ട്രാൻഡ് കാണിച്ചിരിക്കുന്നുണ്ട് അല്ലെ. അപ്പോൾ ഇങ്ങനെയുള്ള സ്ട്രാൻഡ് ആണ് നമ്മുടെ പ്രോട്ടീൻ ഉണ്ടായി വരുന്നത്. അതിന്റെ മുകളിൽ ഒരു റൗണ്ടഡ് ആയിട്ടുള്ള വയലറ്റ് കളർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ, ഒരു മോളിക്യൂള് ഇവിടെ കാണിച്ചിരിക്കുന്നുണ്ട്. അതിന് ഷേപ്പറോൺ നമ്മൾ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. നോക്കിക്കേ, ഈ പ്രോട്ടീൻ ഉണ്ടായി വരുമ്പം തന്നെ അത് ഷേപ്പറോൺ മോളിക്യൂൾസ് വന്നിട്ട് ഇതിന്റെ മുകളിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. പ്രോട്ടീന്റെ എൻ ടെർമിനലിലാണ് താഴേക്ക് വരിക. അപ്പൊ അതിൽ എന്ത് അറ്റാച്ച് ചെയ്തിരിക്കുന്നുണ്ട്? ഈ ഷേപ്പറോൺ മോളിക്യൂൾസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഉള്ളിൽ നിന്ന്, അതായത് നമ്മൾ പ്രോട്ടീൻ ഉണ്ടായി വരുമ്പോൾ തന്നെ അത് വേറെ ഏതെങ്കിലും പ്രോട്ടീൻസ് അല്ലെ ഇതിന്റെ മുകളിൽ വന്ന് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് കറക്റ്റ് ഫോൾഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഉണ്ടായി വരുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള ഷേപ്രോൺസ് മോളിക്യൂൾ ഉണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഇതിന്റെ മൂന്നാമത്തെ സ്റ്റേജ് നോക്കിക്കോ. അവിടെ എന്താ? ഫുൾ ആയിട്ട് നേസന്റ് ആയിട്ടുള്ള പോളിപെപ്റ്റൈഡ് ഉണ്ടായതിനു ശേഷം അതിനെ കംപ്ലീറ്റ്ലി അവിടെ ആയിട്ട് ഷേപ്രോൺ മോളിക്യൂൾസ് ബൈൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അത് കറക്റ്റ് സൈറ്റോപ്ലാസത്തിൽ വെച്ചിട്ടാണല്ലോ ഇത് നടക്കുന്നത്, പ്രോട്ടീൻ സിന്തസിസ്. അപ്പൊ ഇത് എന്ത് ചെയ്യുന്നു? കറക്റ്റ് ഫോൾഡിംഗ് എല്ലാം നടന്ന് നല്ലൊരു പ്രോട്ടീൻ ആയി മാറും. ഇനി ഇതിലെ താഴെയുള്ള 5 എന്ന് ഡിനോട്ട് ചെയ്തൊരു ഭാഗം നോക്കിക്കോ. അവിടെ ഷേപ്പറോണിൻ എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെയുള്ള ഷേപ്പറോൺസ് എല്ലാം ചെറിയ സ്മോൾ മോളിക്യൂൾസ് ആ, സ്ഫെറിക്കൽ ഷേപ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ആ ഒരു സിമ്പിൾ സ്ട്രക്ചർ ഉള്ള മോളിക്യൂൾസ് ആണ് ഷേപ്പറോൺസ് എന്ന് പറയുന്നത്. ഷേപ്പറോണിൻ നോക്കിക്കോ, അതൊരു ബാരൽ പോലെയുള്ള, ഒരു സിലിണ്ടർ പോലെയുള്ള ഒരു സ്ട്രക്ചർ ഫോം ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിലേക്കാണ് നമ്മളുടെ പ്രോട്ടീനെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഷേപ്പറോണിൻ ശരിക്കും കംപ്ലീറ്റ് ആയിട്ട് നമ്മളുടെ ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോട്ടീൻസിനെ കംപ്ലീറ്റ്ലി അതിന്റെ ഒരു ക്ലഫ്റ്റിന്റെ ഉള്ളിലേക്ക് വരുത്തുന്നുണ്ട്. ആ ക്ലഫ്റ്റിന്റെ ഉള്ളിൽ നിന്നാണ് അത് കറക്റ്റ് ഫോൾഡിങ് നടക്കുന്നത്. മേലത്തെ കേസിൽ, ഷേപ്പറോണിന്റെ കേസിൽ അങ്ങനെയൊന്നും ഇല്ല, അത് ജസ്റ്റ് ഫോൾഡിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഇതാണ് ഷേപ്പറോണും ഷേപ്പറോണിനും തമ്മിലുള്ള വ്യത്യാസം. ഇനി നോക്കുകയാണെങ്കിൽ ഇത് സ്മോൾ പോളിപെപ്റ്റൈഡ് ആണ് ഉണ്ടായി വരുന്നതെങ്കിൽ നമുക്ക് ഷേപ്പറോൺസ് മതി. എന്നാൽ വലിയ പോളിപെപ്റ്റൈഡ് ആണെങ്കിലോ അതിന് കറക്റ്റ് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം വേണം. അതിന് ബാക്കിയുള്ള പ്രോട്ടീൻസ് നല്ല അറ്റാക്ക് എന്നെല്ലാം പ്രിവെന്റ് ചെയ്തിട്ട് വെക്കണമെങ്കിൽ അതൊരു ഷേപ്പറോണിൻ പോലെയുള്ള മോളിക്യൂൾസിന്റെ ഉള്ളിൽ കടത്തിവിടണം. ആ ഉള്ളിൽ നിന്ന് ടൈം എടുത്ത് കറക്റ്റ് ഫോൾഡ് ചെയ്തിട്ടാണ് കറക്റ്റ് ആയിട്ടുള്ള പ്രോട്ടീൻ ആയിട്ട് വരുന്നത്. ഇതാണ് ഷേപ്പറോണും ഷേപ്പറോണിനും. ഷേപ്പറോൺ എന്ന് പറഞ്ഞാൽ മെയിൻലി സ്മോൾ പോളിപെപ്റ്റൈഡ്സിന്റെ ഫോൾഡിങ്ങിന് സഹായിക്കുന്നു. ഷേപ്പറോണിൻ ഹെൽപ്സ് ഇൻ ദ ഫോൾഡിങ് ഓഫ് ലാർജർ പോളിപെപ്റ്റൈഡ്സ്. ഇനി നമ്മൾ എന്താണ് മോളിക്കുലാർ ഷേപ്പറോൺ എന്ന് പറയുന്നത്? നമ്മളിപ്പോൾ ഈ ഫിഗറിൽ കാണിച്ചു തന്നെയാണ്, ഒന്നും കൂടി പറയുന്നേ ഉള്ളൂ. പോളിപെപ്റ്റൈഡ് ചെയിൻസ് ആർ സിന്തസൈസ്ഡ് ഓൺ റൈബോസോം ബൈ ദ അഡീഷൻ ഓഫ് അമിനോ ആസിഡ്. ആദ്യത്തെ സ്റ്റെപ്പിൽ കണ്ടു. ഷേപ്പറോൺസ് ഓഫ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഷേപ്പറോണിന്റെ പേരും കൂടി പറഞ്ഞിട്ടുണ്ട്. HSP70. അതെന്താണെന്ന് പറയാം. HSP70 ഫാമിലി bind to elongating polypeptide chain as they emerge from an exit channel within the large subunit of ribosome. അതൊന്നുമില്ല, എന്താണ്, നമ്മളെ റൈബോസോമിൽ നിന്ന് പ്രോട്ടീൻ എമേർജ് ചെയ്ത് വരുന്ന സമയത്ത് തന്നെ ഷേപ്പറോൺസ് വന്നിട്ട് ഇതിനെ ബൗണ്ട് ചെയ്യുന്നുണ്ട്. HSP70 ഷേപ്പറോൺസ് ആർ തോട്ട് ടു പ്രിവെന്റ് ദീസ് പോളിപെപ്റ്റൈഡ്സ്
from binding to other proteins in the cytosol, which would cause them either to aggregate or misfold. അപ്പോൾ വേറെ പ്രോട്ടീൻസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഉണ്ടായി വരുമ്പോൾ തന്നെ chaperones വന്ന് ബൈൻഡ് ചെയ്യുന്നത്. And many of these proteins are simply released by the chaperones into the cytosol, where they spontaneously fold into their native state. അപ്പോൾ ഇങ്ങനെയുള്ള സ്മോൾ പോളിപെപ്റ്റൈഡ്സ് ആണെങ്കിൽ ഇവർ വന്ന് ബൗണ്ട് ചെയ്തു അവർക്ക് ഒരു ഫോൾഡിങ്ങിനുള്ള ഒരു വിധത്തിലാക്കിയതിന് ശേഷം ഇവർ അവിടുന്ന് റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കറക്റ്റ് ഫോൾഡ് ആയിട്ട് ഇൻസുലിൻ എന്താ നമ്മുടെ സൈറ്റോപ്ലാസ്റ്റിൽ കറക്റ്റ് ഫോൾഡ് ചെയ്തിട്ട് വരാൻ പറ്റും. ഇനി അടുത്തത് chaperonins നമ്മൾ നേരത്തെ കണ്ടു. chaperone, many of the larger polypeptides are transferred from HSP70 proteins to a different type of chaperone called the chaperonin. ഇതാണ് chaperonin. Chaperonins are cylindrical protein. നമ്മൾ കണ്ടല്ലേ അതിന്റെ സ്ട്രക്ചർ cylindrical protein complexes that contain chamber ഉണ്ട്. That contain chamber. അത് ആലോചിക്കണം. In which newly synthesized polypeptides can fold without interference from other macromolecules in the cell. അപ്പോൾ ആരിന്നുള്ള അറ്റാക്കും ഇല്ലാണ്ട് അവന് കറക്റ്റ് അതിൽ നിന്ന് പ്രോട്ടീനിന് പ്രോപ്പർ ഫോൾഡ് ചെയ്യാൻ പറ്റും, അതിനൊരു ടൈമും കിട്ടും. അതിനൊരു എക്സാമ്പിൾ ആണ് TRIC. is a chaperonin thought to assist the folding of up to 50% of the polypeptide synthesized in mammalian cell. അപ്പോൾ mammalian സെല്ലിൽ കാണുന്ന ഒരു chaperonin ആണ് TRIC. ഇനി നമ്മളിവിടെ HSP എന്ന് പറഞ്ഞു. HSP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞ chaperone കാറ്റഗറിയിലും chaperonin കാറ്റഗറിയിലും വരുന്ന ആൾക്കാരെ പൊതുവെ നമ്മൾ പറയുന്നത് HSP എന്നാണ്. HSP എന്ന് പറഞ്ഞാൽ അതിന് പറയുകയാണെങ്കിൽ ഹീറ്റ് ഷോക്ക് പ്രോട്ടീൻസ് അല്ലെങ്കിൽ സ്ട്രെസ് പ്രോട്ടീൻസ് എന്നാണ്. ഹീറ്റ് ഷോക്ക് പ്രോട്ടീൻ ആ പേരും തന്നെ കിട്ടും. ഹീറ്റ് ഷോക്കിന്റെ സമയത്ത് അല്ലെങ്കിൽ നമുക്കൊരു സെല്ലിനൊരു ഷോക്ക് അല്ലെങ്കിൽ സ്ട്രെസ്ഡ് കണ്ടീഷൻ ഉണ്ടാവുന്ന സമയത്ത് ഉണ്ടാവുന്ന പ്രോട്ടീൻസ് ആണ്. അപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ ചില സമയത്ത് റേഡിയേഷൻ, ടോക്സിൻസ്, ഹെവി മെറ്റൽ അങ്ങനെയെല്ലാം നമ്മൾ സെൽ എക്സ്പോസ്ഡ് ആവുന്ന സമയത്ത് അതിൽ ഒരു സ്ട്രെസ്ഡ് കണ്ടീഷൻ ആണ് അല്ലെ. അപ്പൊ ആ ഒരു സമയത്ത് ഈ ഒരു പ്രോട്ടീൻസിന്റെ ഇൻക്രീസ്ഡ് പ്രൊഡക്ഷൻ കാണാം. അപ്പൊ ഇങ്ങനെയുള്ള പ്രോട്ടീൻസിനെയാണ് ഹീറ്റ് ഷോക്ക് പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. Usually, concentration of chaperones increase with increased protein formation. പ്രോട്ടീൻ്റെ ഫോർമേഷൻ കൂടുതൽ വേണ്ടുന്ന സമയത്തെല്ലാം ഹീറ്റ് ഷോക്ക് പ്രോട്ടീൻസിന്റെ അളവ് കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ശരിക്കും നമുക്കറിയാം ഒരു പ്രോട്ടീന് ഇപ്പൊ നമ്മളിപ്പോ ഒരു മുട്ട ആലോചിച്ചാൽ മതി. അതിന് നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ പ്രോട്ടീൻ്റെ സ്ട്രക്ചർ മാറുന്നുണ്ട് അല്ലെ. അതേപോലെ ഇൻസൈഡിൽ നമ്മൾ എന്തെങ്കിലും സ്ട്രെസ് വരുവാണെങ്കിൽ പ്രോട്ടീൻ്റെ കൺഫോർമേഷൻ മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷനിൽ ആ പ്രോട്ടീന് അഗ്രിഗേറ്റ് ചെയ്ത് പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് പോകാനുള്ള എല്ലാം ചാൻസ് ഉണ്ട്. അപ്പൊ അതിൽ നിന്നെല്ലാം പ്രിവെന്റ് ചെയ്യാൻ എന്ത് വേണം? അതിനെ കറക്റ്റ് ഫോൾഡ് ആക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ നമ്മളെ ഈ മോളിക്കുലാർ ഷേപ്പറോൺസ് ആക്റ്റീവ് ആയിരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രോട്ടീൻസ് ആക്റ്റീവ് ആയിരിക്കണം. അതുകൊണ്ടാണ് ഹീറ്റ് ഷോക്ക് പ്രോട്ടീൻസ് ഒക്കെ ആ ഒരു സമയത്ത് കൂടുതലായിട്ട് ആക്റ്റീവായിട്ട് കാണുന്നത്. ഇനി HSP ഫാമിലി ഇൻക്ലൂഡ് അതിൽ ആ ഒരു ഫാമിലിയിൽ വരുന്ന കുറച്ച് പ്രോട്ടീൻസിന്റെ പേര് പറയുന്നുണ്ട്. HSP10, HSP60, HSP70. ഇവിടെ 10, 60, 70 എന്നല്ല ഉദ്ദേശിക്കുന്നത് അവരുടെ വെയിറ്റിനനുസരിച്ചായിട്ട്. ദിസ് നമ്പർ റെപ്രസെന്റ് ദെയർ മോളിക്കുലാർ വെയിറ്റ് ഇൻ കിലോ ഡാൾട്ടൺ. അത്രയേ ഉള്ളൂ. ഇതെല്ലാം അതിന് എക്സാമ്പിൾ ആണ്. ഇനി നോക്കുവാണെങ്കിൽ മോളിക്കുലാർ ഷേപ്പറോൺസിന് എക്സാമ്പിൾ ഷേപ്പറോൺ. നമ്മൾ രണ്ട് ഫാമിലി ആണല്ലോ ഷേപ്പറോൺസിനെ പറഞ്ഞത്. ആദ്യത്തെ മോളിക്കുലാർ ഷേപ്പറോൺ, അതിന് എക്സാമ്പിൾ HSP17, HSP19 ആൻഡ് BIP. BIP എന്ന് പറയുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്ത് കാണുന്നതാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇങ്ങനെയുള്ള പ്രോട്ടീൻസ് യൂക്കാരിയോട്ട് കാണുവാണെങ്കിൽ ഓരോ ഓർഗണൽസിനും ഉണ്ട്. കാരണം ആലോചിച്ച് നോക്കിയാൽ മതി, എല്ലാ ഓർഗണൽസിലും പ്രോട്ടീൻ ഉണ്ട്, സൈറ്റോപ്ലാസത്തിൽ മാത്രമല്ലല്ലോ. അപ്പോൾ ഓരോ ഓർഗണൽസിനും അതിന് കറക്റ്റ് ഫോൾഡ് എല്ലാം ചെയ്ത് നിൽക്കേണ്ട ആവശ്യമുണ്ട് അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ കാണുന്ന ഒരു മോളിക്കുലാർ ഷേപ്പറോൺ ആണ് BIP എന്ന് പറയുന്നത്. ഇനി ഷേപ്പറോണിൽ നോക്കിക്കോ, HSP60, TRIC നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, മാമൽസിൽ കാണുന്നു. ഇനി ബാക്ടീരിയയിലും ഉണ്ട് പറഞ്ഞു അല്ലെ. ബാക്ടീരിയയിൽ കാണുന്ന ഒരു ടൈപ്പ് ഓഫ് ഷേപ്പറോണിനാണ് ഗ്രോയൽ, അതായത് GROEL ആൻഡ് ഗ്രോയസ്. നമുക്ക് പറയും പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ജസ്റ്റ് അങ്ങനെ പറഞ്ഞാൽ മതി.